എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഈസി റെസിപ്പിയാണ് കേട്ടോ, മേത്തി മട്ടർ പുലാവ്. അത്ര വലിയ സംഭവമൊന്നുമല്ല കേട്ടോ, കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. വീഡിയോ മുഴുവനും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഡിസ്ക്രിപ്ഷൻ നോക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ വിശേഷം പഴുക്കാമണ്ഡപത്തെ പറ്റിയാണ്. പഴുക്കാമണ്ഡപം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ക്ഷേത്രങ്ങളിൽ ഉത്സവ ദിവസങ്ങളിൽ ഉത്സവമൂർത്തിയായ ദേവനെ പഴുക്കാമണ്ഡപത്തിലേക്കാണ് എഴുന്നള്ളിച്ച് വെക്കുന്നത്. ഇപ്പോൾ ഗുരുവായൂർ ഉത്സവം നടക്കുന്ന സമയമാണ്. ഇന്ന് 7ാം ദിവസമാണ്. ഇപ്പോൾ പഴുക്കാമണ്ഡപ ദർശനത്തിനായിട്ട് ഭക്തജനങ്ങളുടെ ഒരു തിരക്കാണ്. പഴുക്കാമണ്ഡപം എന്ന് വെച്ചാൽ പഴുക്കാമരത്തിൽ, അതായത് നമ്മൾ അടയ്ക്കാമരം, കവുങ്ങ് എന്നൊക്കെ പറയുന്ന ആ മരത്തിൽ താൽക്കാലികമായിട്ട് പണി കഴിപ്പിച്ച ക്ഷേത്രത്തിൻ്റെ മാതൃകയിലുള്ള ഒരു മണ്ഡപം, അതാണ് പഴുക്കാമണ്ഡപം. 70 വർഷം മുമ്പാണ് ഗുരുവായൂർ ഉത്സവത്തിന് പഴുക്കാമണ്ഡപം ഉണ്ടാക്കിയത്. ഇന്ന് കാണുന്ന സ്വർണ്ണ പഴുക്കാമണ്ഡപം ആയത് 33 വർഷം മുമ്പാണ്. ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണത്തിടമ്പ് എഴുന്നള്ളിച്ച് വയ്ക്കുന്ന ഈ സ്വർണ്ണ പഴുക്കാമണ്ഡപം ഉണ്ടാക്കാനായിട്ട് ഭഗവാൻ തിരഞ്ഞെടുത്തത് ആരെയാണെന്നറിയോ? കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും കേട്ടോ. തമിഴ്നാട്ടിലെ പഴനി സ്വദേശിയായ താജുദ്ദീൻ എന്ന് പറയുന്ന ഒരു മുസൽമാനായിട്ടുള്ള സ്വർണ്ണപ്പണിക്കാരനാണ്. അദ്ദേഹം വലിയൊരു ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു. അതിന് കാരണം ആയത് 1970 ക്ഷേത്രത്തിനൊരു അഗ്നിബാധയുണ്ടായല്ലോ. ഗുരുവായൂർ അമ്പലത്തിനൊരു അഗ്നിബാധയുണ്ടായി. അപ്പോൾ അതിനുശേഷം നവീകരണവും സഹസ്ര കലശങ്ങളൊക്കെ നടത്തി ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടു. പല നവീകരണങ്ങളോടൊപ്പം തന്നെ ശ്രീകോവിൽ സ്വർണ്ണപ്പാളികൾ അടിച്ച് മനോഹരാക്കി. ഈ പണി ചെയ്തത് ഈ താജുദ്ദീൻ്റെ അച്ഛനായ അമീർ ഖാനായിരുന്നു. അമീർ ഖാൻ്റെ കൂടെ താജുദ്ദീനും അന്ന് അച്ഛനെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. അന്നു മുതൽക്കാണ് താജുദ്ദീൻ ഒരു ഗുരുവായൂരപ്പ ഭക്തനായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെയാവണം ഗുരുവായൂരപ്പൻ സ്വർണ്ണപ്പഴുക്കാമണ്ഡപം പണിയാനായിട്ട് താജുദ്ദീനെ നിയോഗിച്ചത്. ക്ഷേത്ര മതിൽക്കകത്ത് പ്രവേശനമില്ലാതിരുന്നിട്ടും മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ദേവസ്വം വക പുത്തൻ മാളികയിൽ വച്ചാണ് താജുദ്ദീൻ സ്വർണ്ണപ്പഴുക്കാമണ്ഡപം നിർമ്മിച്ചത്. 1993 ഗുരുവായൂർ ഉത്സവത്തിന് മുമ്പ് തന്നെ താജുദ്ദീൻ സ്വർണ്ണപ്പഴുക്കാമണ്ഡപ നിർമ്മാണം പൂർത്തിയാക്കി. അന്ന് മുതൽക്കാണ് ഇന്ന് കാണുന്ന ഈ സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ ഭഗവാനെ എഴുന്നള്ളിക്കാൻ തുടങ്ങിയത്. ഇനി വേറൊരു വിശേഷം കൊണ്ട് വീണ്ടും വരാം കേട്ടോ.